അപ്പോൾ ഇന്ന് നമ്മൾ കിങ്ങിണിയുടെ നഖം വെട്ടാൻ പോവാണ്. സാധാരണഗതിയിൽ കോൺക്രീറ്റിലോ ഹാർഡായിട്ടുള്ള സർഫസിലോ ഒക്കെ നടക്കുന്ന ഡോഗ്സ് ആണെങ്കിൽ നഖം നാച്ചുറലായിട്ട് തന്നെ കറക്റ്റ് ലെങ്ത്തിൽ നിൽക്കും. കൂടുതലും വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടികൾക്ക് ആവശ്യത്തിന് ഫ്രിക്ഷൻ കിട്ടാത്ത കാരണം നഖം ഒരുപാട് നീളത്തിൽ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അവർ തറയിൽ കൂടെ നടക്കുമ്പോൾ അവരുടെ നെയിൽ തറയിൽ ടച്ച് ചെയ്ത് ഉരയുന്ന ആ ഒരു സൗണ്ട് വരാൻ പാടില്ല. ഞങ്ങൾ നെയിൽ ട്രിമ്മിങ്ങിന് ഉപയോഗിക്കുന്ന ഇതൊക്കെയാണ്. ഇതൊരു ഗ്രൈൻഡറാണ്, ബാറ്ററി ഓപ്പറേറ്റഡ്, പിന്നെ ഒരു നെയിൽ ക്ലിപ്പർ, പിന്നെ മാനുവലായിട്ടുള്ളൊരു ഫയലും. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഡോഗ്സിൻ്റെ നഖത്തിൻ്റെ ഔട്ടർ ഷെല്ല് ലിവിങ് ടിഷ്യൂ അല്ലെങ്കിലും നഖത്തിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ് ടിഷ്യൂ ഉണ്ട്. അതിൻ്റെ പേര് ക്വിക്ക് എന്നാണ്. അതിൽ ബ്ലഡ് വെസൽസും ഉണ്ട്. അപ്പോൾ മുറിക്കുമ്പോൾ ആ ബ്ലഡ് വെസൽ കട്ടാവാതെ മുറിക്കണം. ഒരുപാട് വളർന്നാൽ ഈ ക്വിക്കും വളരും. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നഖം വെട്ടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ ക്വിക്ക് വളർന്ന് നമുക്കൊരു ഐഡിയൽ ലെങ്ത്തിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പാടാവും. ലൈറ്റ് കളർ നെയിലുള്ള ഡോഗ് ആണെങ്കിൽ ഈ ക്വിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ നഖത്തിൽ കൂടെ നോക്കുമ്പോഴത്തേക്കിനും ഒരു പിങ്ക് കളർ ഏരിയ കാണും. അത് തീരുന്നിടം വരെ വെട്ടാൻ പറ്റത്തുള്ളൂ. ബ്ലാക്ക് നെയിൽ ആണെങ്കിൽ ചെറിയ പോർഷൻസ് കട്ട് ചെയ്ത് നെയിലിൻ്റെ ആ കട്ടായ ഏരിയയിൽ ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ട് നടുക്ക് വരുന്നത് വരെ കട്ട് ചെയ്യുക. ആ ബ്ലാക്ക് സ്പോട്ട് കട്ട് ചെയ്താൽ ബ്ലഡ് വരും. അങ്ങനെയാണ് ബ്ലാക്ക് കളർ നെയിൽ കട്ട് ചെയ്യേണ്ടത്. ഇനി ബ്ലഡ് വന്നാൽ തന്നെ പാനിക് ആവാതെ അവിടെ കുറച്ച് പ്രഷറൊക്കെ കൊടുത്തൊരു തുണിയും കൊണ്ട് കവർ ചെയ്യുക. പിന്നെ ചെളിയിലൊക്കെ പോയി ഇൻഫെക്ഷൻ ഒന്നും ആവാതെ സൂക്ഷിക്കുക, അതൊരു ഹീലാവുന്നത് വരെ. ഇത് വേറൊരു മെത്തേഡാണ്. ഇത് നെയിൽ ട്രിമ്മറാണ്, ബാറ്ററി ഓപ്പറേറ്റഡ് സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉരച്ച് എടുക്കാനും പറ്റും. ഇത് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ആ കട്ടാവുമ്പോഴത്തേക്കിനും ബ്രിട്ടിലായ ഒരു ഭാഗം അൺഈവൻ ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉണ്ടാവും. അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞാണെങ്കിൽ നെയിൽ ക്ലിപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവൻ്റെ ഫുൾ നെയിൽ നമ്മൾ ഇതുപോലെ ട്രിം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കാം. ഇതാണ് കുറച്ചുകൂടെ സേഫ്. കാരണം നമ്മൾ ഉരച്ചെടുക്കുമ്പോഴത്തേക്കിന് എന്തായാലും നമ്മൾ മറ്റേ ആ ക്ലിപ്പറും കൊണ്ട് കട്ട് ചെയ്യുന്ന പോലെ ആ വെയിൻ കട്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ വലിയ ഡോഗ്സ് ആകുമ്പോഴത്തേക്കിന് ഇത് ഒരുപാട് ഉരയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ഇതുപോലെ ഇതുപയോഗിച്ച് ട്രിം ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നഖം വെട്ടണമെന്ന് പറയുന്നത്? ഇപ്പം നീളം കൂടി അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ചില ഡോഗ്സിനൊക്കെ കാണുമ്പോഴത്തേക്കിനും അറിയാം, അവരുടെ പോസ്ചർ ശരിയാവത്തില്ല, നടക്കുമ്പോഴത്തേക്കിനും ഒരു ആംഗിളിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ അവർക്ക് ജോയിൻസിന് പ്രശ്നം വരും, മസിൽസിനൊക്കെ പ്രശ്നം വരും, പിന്നെ വേദനയും നടക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ നഖം ഒരുപാട് വളർന്നാൽ ഇത് വളഞ്ഞുള്ള നഖമാണല്ലോ, വളർന്ന് അവരുടെ ആ ഫിംഗറിലേക്ക് കൊണ്ട് അവിടെ ഇൻഫെക്ഷൻ വരാം, വേദന വരാം. അതും ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു തരത്തിലും വെട്ടാൻ സമ്മതിക്കുകയില്ലാത്ത ഡോഗ്സാണ് വീട്ടിലുള്ളതെങ്കിൽ നിങ്ങളൊരു വെറ്റിനറിനെ കാണുക. അവർ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നീളം കൂടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രിമ്മിങ്ങോ ക്ലിപ്പിങ്ങോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ലോങ് ടേം ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ് നഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി ഈ ഒരു ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.